ഒരുപാട് ആളുകൾ പറയുന്ന വലിയ ഒരു വിഷമമാണ് ഉസ്താദെ, മക്കൾ നന്നാകണില്ല എന്നുള്ളത്. മക്കൾ പറഞ്ഞത് കേൾക്കുന്നില്ല, മക്കൾക്ക് ദുസ്വഭാവം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് വല്ല പരിഹാരവുമുണ്ടോ എന്ന് പല ഉമ്മമാരും പല രക്ഷിതാക്കളും കരഞ്ഞുകൊണ്ട് വിളിച്ച് ചോദിക്കാറുണ്ട്. ഇൻഷാ അല്ലാഹ് അതിനുള്ള ഒരു ഒറ്റമൂലിയുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത്. അതേതാണെന്ന് നമുക്ക് വീഡിയോയിലൂടെ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ-ആഖിബത്തു ലിൽ-മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ഇലാഹി അൻത മഖ്സൂദി വരിളാക മത്ലൂബി. അല്ലാഹുമ്മ ഖ്ലി ഹാജാതിനാ യാ ഖാലിയൽ ഹാജാത്. അല്ലാഹുമ്മദ്ഫഅ ബലിയാതിനാ യാ ദാഫിയൽ ബലിയാത്. അല്ലാഹുമ്മ ഹസ്സിൽ മുറാദനാ വമുറാദ മൻ നൗസാനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. എല്ലാ ബലാലും ആഫത്തും എടങ്ങേറുകൾ മുസീബത്തും ബദിരീങ്ങളെ ബറകത്തിനാൽ എമൈ കാക്കണം യാ റബ്ബനാ. പ്രിയമുള്ള ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന എൻ്റെ സഹോദരി സഹോദരന്മാരെ, നിങ്ങളെ എല്ലാവരെയും ഞാൻ മജ്ലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ആദ്യമായി കാണുന്ന മുത്തു മുഅ്മിനീങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളെ മജ്ലിസ് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. അതുപോലെ തന്നെ തുടർന്നുള്ള വീഡിയോ കണ്ടിന്യൂ ആയി കാണണമെന്ന് കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെ മജ്ലിസിൽ ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ചില ഉമ്മമാർ ഫോൺ വിളിച്ച് പറയാറുണ്ട്, ചില ഉപ്പമാർ ഫോൺ വിളിച്ച് പറയും, വാട്സപ്പിലൂടെ മെസ്സേജ് അയക്കാറുണ്ട്. അതിൽ മിക്ക ആളുകളും പറയുന്ന ഒരു വിഷമമാണ്, ഉസ്താദെ മക്കൾ പറഞ്ഞത് കേൾക്കുന്നില്ല. മുമ്പൊക്കെ ചെറുപ്പകാലത്തൊക്കെ വളരെ ഉഷാറായിരുന്നു, ഇപ്പം മക്കളുടെ സ്വഭാവമൊക്കെ മോശമാകാണ് ഉസ്താദെ. മക്കൾ എന്ത് പറഞ്ഞിട്ടും അംഗീകരിക്കുന്നില്ല, ഉപ്പയോട് മിണ്ടുന്നില്ല, ഉമ്മയോട് മിണ്ടുന്നില്ല. അതുകൊണ്ട് മക്കളെ ദുസ്വഭാവം മാറാൻ വല്ല പരിഹാരവുമുണ്ടോ എന്ന് പലരും ചോദിക്കാറുണ്ട്. മക്കളുടെ ദുസ്വഭാവം മാറാൻ വേണ്ടി ദുആ ചെയ്യണേ എന്ന് പോലും കരഞ്ഞുകൊണ്ട് ചില ഉമ്മമാര് പറയാറുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മക്കളെയൊക്കെ നന്നാക്കി തരട്ടെ. അർഹമുർ റഹീമീനായ അല്ലാഹ്, ഞങ്ങളെ മക്കളെ സ്വഭാവം നന്നാക്കണേ റബ്ബേ. ഞങ്ങളെ മക്കളെ സ്വഭാവം നന്നാക്കണേ അല്ലാഹ്. സ്നേഹമുള്ള മക്കളാക്കണേ അല്ലാഹ്. ദുസ്വഭാവം നന്നാക്കണേ അല്ലാഹ്. മക്കളെ ജീവിതത്തിൽ ഖൈർ നൽകണേ റബ്ബേ. ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മക്കളാക്കണേ റബ്ബേ. ഞങ്ങൾക്ക് അഭിമാനിക്കാൻ പറ്റുന്ന മക്കളാക്കണേ അല്ലാഹ്. മക്കൾ കാരണം ഞങ്ങളെ അഭിമാനം നഷ്ടപ്പെടുത്തരുത് അല്ലാഹ്. ഞങ്ങളെ മക്കളുടെ പരീക്ഷയിൽ ഉന്നത വിജയം നൽകണേ റഹ്മാനെ. ജോലികളിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ദാമ്പത്യ ജീവിതത്തിൽ ഖൈർ നൽകണേ റബ്ബേ. മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ റഹ്മാനെ. മക്കൾ കാരണം ഞങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും സന്തോഷം നൽകണേ അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും ഉപകാരപ്പെടുന്ന മക്കളാക്കണേ അല്ലാഹ്. ഞങ്ങളെ മജ്ലിസിലെ പല ആളുകളും പല കാര്യങ്ങൾ പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അവരെ എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കണേ റബ്ബേ. എന്ത് ഉദ്ദേശം പറഞ്ഞാണോ വെച്ചാണോ ഈ മജ്ലിസ് കാണുന്നതെങ്കിൽ ആ ഉദ്ദേശങ്ങൾ സഫലീകരിക്കണേ റബ്ബേ. ഒരുപാട് ആളുകൾ പല സങ്കടങ്ങളും പറഞ്ഞിട്ടുണ്ട്, അത് മുഴുവനും ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. നിനക്ക് എല്ലാം അറിയാം, നീ എല്ലാം കാണുന്നവനാണ്, കൊടുക്കുന്നവനാണ്, കേൾക്കുന്നവനാ. ഞങ്ങളെ മജ്ലിസിലുള്ളവരെ നീ ഏറ്റെടുക്കണേ റബ്ബേ. പ്രയാസങ്ങൾ അകറ്റണേ അല്ലാഹ്, വിഷമങ്ങൾ അകറ്റണേ അല്ലാഹ്, കടങ്ങൾ അകറ്റണേ അല്ലാഹ്, വീട് നൽകണേ റഹ്മാനെ, നല്ല ജോലി നൽകണേ അല്ലാഹ്, മക്കളെ നൽകണേ റഹ്മാനെ, ഇബാദത്തുകൾ ചെയ്യാനുള്ള മനസ്സ് നൽകണേ അല്ലാഹ്. മരണപ്പെട്ടുപോയ ഖബർ വിശാലമാക്കണേ അല്ലാഹ്. കുടുംബത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. അയൽവാസികളിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഭാര്യ മക്കളിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. മാതാപിതാക്കളെ സംരക്ഷിക്കണേ അല്ലാഹ്. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാത്തോളണേ പടച്ചവനെ. മുഅ്മിനീങ്ങളെ ഇസ്സത്ത് നീ സംരക്ഷിക്കണേ റബ്ബേ. എൻ്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ ദുനിയാവിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തിട്ടുണ്ട്. അല്ലാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ എണ്ണിയ തീരൂല എന്നാണ് അല്ലാഹു ഖുർആൻ പറഞ്ഞത്. വഇൻ തഉദ്ദു നിഅമത്തുല്ലാഹി ലാ തുഹ്സുഹാ. അല്ലാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ ഒരിക്കലും എണ്ണി ക്ലിപ്തപ്പെടുത്താൻ നമ്മൾക്ക് ആർക്കും സാധ്യമല്ല. ആ അനുഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും അടിപൊളിയായ ഒരു അനുഗ്രഹമാണ് നമ്മളെ മക്കൾ എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് തന്ന സമ്മാനമാണ് നമ്മളെ മക്കൾ എന്ന് പറയുന്നത്. ആ മക്കളെ നല്ല രീതിയിൽ വളർത്തുക എന്നുള്ളത് ഓരോ രക്ഷിതാക്കളുടെയും ഉത്തരവാദിത്തമാണ്. അല്ലാഹു പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു, ഖൂ അൻഫുസകും വ അഹ്ലീകും നാറ. നിങ്ങളെ ശരീരവും നിങ്ങളെ കുടുംബക്കാരുടെ മക്കളുടെ ഭാര്യമാരുടെ ശരീരവും നരകത്തിനെ തൊട്ട് കാക്കണേ എന്ന് ഖുർആൻ. അപ്പൊ മക്കളെ സംരക്ഷിക്കുക, നല്ല നിലക്ക് വളർത്തുക എന്നുള്ളത് പല രക്ഷിതാക്കളുടെയും കടമയിൽപ്പെട്ടതാണ്, രക്ഷിതാക്കളുടെ കടമയാണ്.
ആ മക്കള് തോന്നിവാസത്തിലേക്ക് പോകുമ്പോൾ അവരെ നല്ല വഴിയിലേക്ക് നമ്മൾ നടത്തണം, നല്ല മാതൃക അവർക്ക് കാണിച്ചു കൊടുക്കണം. ചില രക്ഷിതാക്കൾ പറയും, ഉസ്താദെ എത്ര നല്ല മാതൃക കാട്ടി കൊടുത്താലും ഞങ്ങൾ നിസ്കരിക്കുന്നുണ്ട്, നോമ്പോൽക്കുന്നുണ്ട്, അതൊക്കെ ഞങ്ങൾ പറയുന്നുണ്ട്, പള്ളി പോകാൻ പറയുന്നുണ്ട്, നിസ്കരിക്കാൻ പറയുന്നുണ്ട്, ഇതൊന്നും ഞങ്ങളെ മക്കൾ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞ് സങ്കടം പറയുന്ന ഉമ്മമാരുണ്ട്. അവർക്കുള്ള ഒരു ഒറ്റമൂലിയാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. നമ്മളെ മക്കൾ നന്നാവണം. നമ്മൾ ആഗ്രഹം അതാണ്. മക്കൾ മോശമായിട്ട്, മക്കൾ കാരണം അഭിമാനം നഷ്ടപ്പെട്ടിട്ട് ഈ ദുനിയാവിൽ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് മരണമാണ് മുഅ്മിനീങ്ങളെ, അല്ലെ? ഒരു സഹോദരി വിളിച്ച് പറയാണ്, ഉസ്താദെ ഉപ്പയും മകനും വേണ്ടിയിട്ട് കാലങ്ങളായിട്ടുണ്ട്. സ്വന്തം ഉപ്പാനോട് മിണ്ടാൻ മടിക്കുന്ന മക്കൾ എത്ര സ്നേഹത്തോടെ നോക്കി വളർത്തിയതാണ്. തൻ്റെ ഉമ്മ തന്നെ ഗർഭം ചുമക്കുന്ന സമയത്ത് കൂടുതൽ സന്തോഷിച്ചിട്ടുള്ളത് ആ ഉപ്പയാണ്. പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്, എൻ്റെ മകളെ ഒന്ന് കാണാൻ, എൻ്റെ മകളെ ഒന്ന് കാണാൻ. ആ ഉപ്പയോട് മിണ്ടിട്ട് കാലങ്ങളായി എന്ന് പറയുമ്പോൾ എത്ര വിഷമാണ്. എല്ലാ കാര്യങ്ങൾക്കും ഉപ്പ വേണം, പക്ഷെ ഉപ്പാനോട് മിണ്ടൂല. എത്ര മോശത്തരമാണത്. അങ്ങനത്തെ ഒരു അവസ്ഥ നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല. എൻ്റെ മജ്‌ലിസ് കാണുന്ന മക്കളുണ്ടെങ്കിൽ അള്ളാഹു നമ്മളെ മക്കളെയൊക്കെ നന്നാക്കി തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മളെ മക്കൾ നന്നാവാൻ നമ്മൾ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കർമ്മങ്ങളുണ്ട്. ഒന്നാമത് നമ്മൾ ചെയ്യേണ്ടത് സൂറത്തുൽ ഫാത്തിഹ ഒരു പ്രാവശ്യം ഓതുക. സൂറത്തുൽ ഫാത്തിഹ ഒരു പ്രാവശ്യം ഓതുക. രണ്ടാമത് സൂറത്ത് യാസീനും ഒരു പ്രാവശ്യം ഓതുക. അതുപോലെ തന്നെ സൂറത്തുൽ ഖദർ, നമ്മൾ ലൈലത്തുൽ ഖദറിന്റെ സമയത്ത് പറഞ്ഞു, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ. ഇതും ഒരു 3 പ്രാവശ്യം ഓതുക. ശരിക്കും മനസ്സിലാക്കണം. സൂറത്തുൽ ഫാത്തിഹ ഒരു പ്രാവശ്യം, സൂറത്ത് യാസീൻ ഒരു പ്രാവശ്യം, സൂറത്തുൽ ഖദർ 3 പ്രാവശ്യം. ഇങ്ങനെ ഓതിയിട്ട് മക്കളുടെ തലയിൽ മന്ത്രി ചൂതി കൊടുക്കുക. ആ മക്കൾ നന്നാവും. ഉമ്മമാര് ചെയ്താലാണ് കൂടുതൽ എഫക്റ്റ് ചെയ്യുക. ഉപ്പാക്ക് ചെയ്യുക, സഹോദരിക്കൊക്കെ ചെയ്തു കൊടുക്കുക. ഉമ്മ ചെയ്യുമ്പോൾ കൂടുതൽ എഫക്റ്റ് ചെയ്യും, കൂടുതൽ ഉപകാരം ഉണ്ടാകുമെന്ന് മഹാന്മാരും ഉസ്താദുമാരും പറയുന്നു. അപ്പൊ അതുകൊണ്ട് മകളുടെ തലയിലൊന്ന് മന്ത്രി ചൂതി കൊടുക്കുക. അതുപോലെ തന്നെ വെള്ളത്തിലൂതിയിട്ട് അവർക്ക് കുടിക്കാൻ കൊടുക്കുക. ഇനി അവർക്ക് മന്ത്രി ചൂതാൻ പറ്റാത്തൊരവസ്ഥയാണ്, ചിലപ്പോൾ അവരെ കിട്ടൂല, അവരെ നിൽക്കൂല. അപ്പൊ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ഭക്ഷണത്തിൽ ഈ പറഞ്ഞ സൂറത്തുകൾ ഓതിയിട്ട് മന്ത്രി ചൂതിയിട്ട് അവർക്ക് കുടിക്കാൻ കൊടുക്കുക. ഭക്ഷണത്തിലാണെങ്കിൽ കഴിക്കാൻ കൊടുക്കുക. ഇങ്ങനെ 21 ദിവസം നമ്മൾ തുടർച്ചയായി ചെയ്യണം. ഒരു ദിവസം ചെയ്താൽ പോലെ 21 ദിവസം തുടർച്ചയായി ചെയ്യുക. ഇൻഷാ അല്ലാഹ് മക്കളിൽ മാറ്റങ്ങൾ ഉണ്ടാകും. അതുപോലെ തന്നെ പിന്നെയും നമ്മൾ ചെയ്യുക. എത്രത്തോളം ഖുർആൻ ഓതി നമ്മളെ മക്കൾക്ക് നമ്മൾ മന്ത്രി ചോദി കൊടുക്കുന്നുണ്ടോ നല്ല ഉപകാരം ഉണ്ടാവും. ആ മക്കൾ നന്നാവും. ഇന്നല്ലെങ്കിൽ നാളെയാണ് നന്നാവും. ഇന്നാണ് ഓതി കൊടുത്തിട്ട് നന്നാണില്ല ഉസ്താദെ, പള്ളി പോണില്ല ഉസ്താദെ എന്ന് പറഞ്ഞിട്ട് ആരും വിളിക്കണ്ട. ഒക്കെ ശരിയാവും. ഒക്കെ സാവധാനം പടിപടിയായിട്ട് ശരിയാവുള്ളൂ. മക്കളാണ് ഇപ്പോഴത്തെ കാലം അങ്ങനെയാണ്. എല്ലാ മക്കളെയും അവസ്ഥയാണ്. ചില രക്ഷിതാക്കൾ കരഞ്ഞിട്ട് വിളിച്ചു പറയും, അവരെ വിചാരം അവരെ മക്കൾ മാത്രമേ ഉള്ളൂ ഇങ്ങനെയാണ്. അങ്ങനെയല്ല, ഇത് ന്യൂ ജനറേഷൻ, ഒരു കാലഘട്ടത്തിന്റെ അവസ്ഥയാണ് ഇങ്ങനെ. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഏതായാലും നമ്മളെ മക്കളെ അള്ളാഹു സംരക്ഷിക്കട്ടെ. ജീവിതത്തിലെ മക്കൾക്ക് നന്മകൾ ചെയ്യാനുള്ള മനസ്സ് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.